ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു എഗ് മാഗിയാണ്. അതിനായി ആവശ്യമുള്ളത് സവാള, ചിക്കൻ മസാല, ക്യാരറ്റും സവാളയും ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം സ്റ്റൗ ഓണാക്കി പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായ ഉടനെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ തിളച്ചതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ഹാഫ് വേവാവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഏകദേശം ഹാഫ് കുക്കായതിനു ശേഷം ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ക്യാരറ്റും സവാളയും ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് വശക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, സവാളയും ക്യാരറ്റും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സവാളയും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ഹാഫ് കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാരറ്റും സവാള എല്ലാം കൂടെ വശക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം മുട്ടയും സവാളയും എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അതിനുശേഷം നമ്മൾ മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ 4 പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പാക്കറ്റ് മാഗിയുടെയും മസാല ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര കവർ മാഗിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മാഗി മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇപ്പി ആണെങ്കിലും മാഗി ആയിരുന്നാലും ഇതേ മെത്തേഡിൽ ചെയ്താൽ മതി. ഇതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം മസാലയും ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ അടുക്കി പിടിക്കാതെ നമ്മൾ നോക്കിക്കൊള്ളണം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 പാക്കറ്റ് മാഗിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ 4 പാക്കറ്റ് മാഗി എടുത്തതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര മാഗിയാണ് എടുക്കുന്നത് അത്ര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 4 പാക്കറ്റ് മാഗി എടുത്തതുകൊണ്ട് 4 പാക്കറ്റ് മാഗി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പാക്കറ്റ് എടുത്തോ അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി നമുക്ക് ഈ മാഗി ഇളക്കി കൊടുക്കാം. മസാലയിലോട്ട് മാഗി മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇനി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല എല്ലാം മാഗിയിൽ പിടിക്കുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം മാഗി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സൂപ്പ് പോലെ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ വറ്റിച്ചാണ് മാഗി എടുക്കുന്നത്, ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കാം. തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ക്യാരറ്റും സവാളയും മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസോ ക്യാപ്സിക്കമോ ക്യാബേജോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് മാഗി ഇന്ന് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ മാഗി ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാഗി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും ക്യാരറ്റും മാഗിയും എല്ലാം നല്ലതുപോലെ മിക്സായി വരണം. ഇനി ഒരു 2 മിനിറ്റിനകം നമ്മുടെ മാഗി റെഡിയാവുന്നതാണ്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ക്യാരറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ സവാളയും മുട്ടയും വെച്ച് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതൊരു ഈസി ആൻഡ് ടേസ്റ്റി മെത്തേഡാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ മാഗി തയ്യാറാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഏകദേശം മാഗി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. മാഗി എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയത്തുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്.